ഹായ് ഗൈസ്, നമുക്ക് ആദ്യം ഇതിനൊക്കെ വേണ്ട സാധനങ്ങൾ കുനുകുന അരിഞ്ഞെടുക്കാം. സവാള, തക്കാളി, പച്ചമുളക്, പിന്നെ കുറച്ച് വെളുത്തുള്ളി, കറിവേപ്പില. ഇതൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് വേണ്ട ഐറ്റംസ്. നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നത് ഇതുവരെ പറഞ്ഞില്ലല്ലോ. കൂന്തൽ നിറച്ചതാണ് നമ്മൾ. ഇനി നമുക്ക് വേണ്ടുന്നത് തക്കാളിയാണ്. അത് നമ്മൾ നേരത്തെ സവാള അരിഞ്ഞതുപോലെ തന്നെ ക്യൂബായിട്ട് തന്നെ അരിയണം. ഇത് ചെറുതായിട്ട് അരിയുന്ന എന്തിനാന്ന് വെച്ചാൽ നമുക്ക് വഴറ്റി ഇത് കണവയ്ക്കകത്ത് സ്റ്റഫ് ചെയ്യാനാണ്. ഇവിടെ നമ്മളൊരു 1.5 തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടുന്നത് വെളുത്തുള്ളി ഇവിടെ ഒരു 7-8 അല്ലി എടുത്തിട്ടുണ്ട്. അത് നമുക്കിനി പൊളിച്ച് വെക്കാം. ഇങ്ങനെ നമ്മുടെ കട്ടിങ്ങും പരിപാടികളും എല്ലാം കഴിഞ്ഞ് നമുക്ക് പാത്രം ചൂടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി തന്നെ പാൻ ഇരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് ഇതിലേക്ക് ഒരു 3-4 അല്ലി വെളുത്തുള്ളി, 5 അല്ല 7 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ആയി വരണം. കറിവേപ്പില ഇടുമ്പോൾ മാറിയിരിക്കുക കേട്ടോ. കറിവേപ്പില വേണമെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഇനി കറിവേപ്പില ഒന്ന് വരണ്ട് വരട്ടെ. നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ കൂന്തൽ നന്നായിട്ട് അരിഞ്ഞു കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ തലയും ഇടാം കേട്ടോ. നമുക്കങ്ങനെ ഇടാൻ പറ്റുന്ന ഒരു ഇതിൽ തല കിട്ടിയില്ല. കൂന്തൽ അരിയാൻ ഇച്ചിരി പാടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കുഴപ്പമില്ല ഗൈസ്, നമുക്ക് മാനേജ് ചെയ്യാം. ഇതുപോലെ നമുക്കൊരു 5-6 കൂന്തലെങ്കിലും ചെയ്ത് കൊടുക്കാം. നമുക്കിനി ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കണവയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് മസാലാസ് ഒക്കെ ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ഗരം മസാല. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ തക്കാളിയും കൂടെ ചേർത്തിട്ട് കുറച്ച് നേരം അടച്ചു. ഇത് വഴറ്റുന്നതിനിടയ്ക്ക് തന്നെ നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമുക്ക് കണവയ്ക്കകത്ത് വെക്കാനുള്ള മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനെ പതുക്കെ ഒരു പാത്രത്തിലോട്ട് മാറ്റാം. നമുക്ക് ഇനി കൂന്തലിലേക്ക് നിറച്ചു കൊടുക്കാം. ആക്ച്വലി സ്പീക്കിംഗ് നമ്മുടെ കൂന്തൽ കുറച്ച് ചെറുതായതുകൊണ്ട് തന്നെ ഫില്ലിങ്ങിനകത്ത് കയറ്റാൻ കുറച്ച് പാടാണെന്ന് എനിക്ക് തോന്നുന്നു. നമുക്കെന്തായാലും നിറച്ച് കഴിഞ്ഞിട്ട് കാണാം. സാഹസികമായി ഫില്ല് ചെയ്യും. നമ്മുടെ കണവ ചെറുതായതുകൊണ്ട് തന്നെ കുറച്ച് പാടായിരുന്നു. പിന്നെ നമ്മൾ ചെയ്തു. ഇനി നമുക്കിതാ ഇങ്ങനെ ടൂത്ത് പിക്ക് വെച്ചോ ഈർക്കിൽ വെച്ചോ, ഞങ്ങളിവിടെ ഈർക്കിലാട്ടോ യൂസ് ചെയ്തേക്കുന്നത്, നമുക്കിതിങ്ങനെ സെക്യൂർ ആക്കി കൊടുക്കാം. നിങ്ങൾ നിറയ്ക്കുമ്പോൾ ഫുള്ളായിട്ട് നിറയ്ക്കരുത്. ഫുള്ളായിട്ട് നിറച്ച് നമുക്കിത് ഈർക്കിൽ വെക്കാനുള്ള സ്ഥലം കിട്ടത്തില്ല. അതുകൊണ്ട് കുറച്ച് ഇത്രയൊരു സ്പേസ് വിട്ടിട്ട് ചെയ്യാം. നമുക്കിനി ഫുള്ള് നിറയ്ക്കാം. ഇനി ഫില്ല് ചെയ്ത് വെച്ചിരുന്ന കണവ നമുക്കൊരു പാത്രത്തിലോട്ട് വെച്ച് ആവി കയറ്റിയെടുക്കണേ. ഒരു 6-7 മിനിറ്റ്സ് ആവി കയറ്റിയാൽ മതി. കൂടുതൽ നേരം വെച്ച് ഇത് റബ്ബർ പോലെ ആയിരിക്കും. ഇതിനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് കൂടണം. ഇനി ഇതൊന്ന് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് ഇതിൻ്റെ പച്ചമണം മാറി വരുമ്പോൾ. പിന്നെ ഒരു കാര്യം, ഞങ്ങൾക്ക് കിട്ടിയ കണവ് കുറച്ച് ചെറുതായിരുന്നു. അപ്പം നിങ്ങൾ മേടിക്കുമ്പം ഇതുപോലത്തെ റെസിപ്പി ചെയ്യാനാണെങ്കിൽ കുറച്ച് വലിയ കണവ് കിട്ടിയാൽ നല്ലതായിരുന്നു. നമുക്ക് മൊത്തം സൗണ്ട്. ഇനി നമുക്കിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് എന്താണെന്നറിയില്ല, നമ്മുടെ കൂന്തൽ ഇതൊന്ന് കുക്കായി വന്നപ്പോൾ സൈസൊക്കെ കുറഞ്ഞു പോയി. നിങ്ങൾക്കറിയാം. നമ്മുടെ കണവ ഈ മസാല മിക്സും എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്രയുള്ള
ഇനി നമുക്കതിനെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാം. അപ്പം നമുക്കിനി അതിനെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. എൻ്റെ കയ്യിൽ ഒരെണ്ണം ഇരിപ്പുണ്ട് കേട്ടോ. അതാ ഗൈസ് ഞാൻ ഒളിപ്പിച്ച് കൊണ്ടുവരുന്നത്. ഓ, അത് കടിച്ചപ്പം തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. സൂപ്പർ സാധനം, നൈസാണ്. ചേച്ചിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. നല്ലതാണ്.